എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഇന്നത്തെ ദിവസം ബ്രസീലിന്റെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം അടുത്ത വർഷം നടക്കാനായിട്ട് പോകുന്ന ഫിഫ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാനായിട്ട് ബ്രസീലിന് ഇന്ന് രാവിലെ അവർ വിജയിച്ച മത്സരത്തോടു കൂടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ മത്സരം അവർ വിജയിച്ചു എന്നതും അവർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. കൂടാതെ പുതിയ പരിശീലകനായ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ബ്രസീൽ ഒരു മത്സരം വിജയിക്കുന്നത്. കാരണം 2 മത്സരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിനെ നയിച്ചിട്ടുള്ളത്. അതിൽ ഒരു മത്സരത്തിൽ സമനിലയും അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ വിജയവുമാണ് അദ്ദേഹം ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൺബീറ്റണായി ഇപ്പോൾ പോവുകയാണ് കാർലോ ആൻസലോട്ടി. എന്തായാലും അത് തുടർന്ന് പോകണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട താരങ്ങളൊക്കെ ടീമിലുണ്ടായിരിക്കണം. എന്നാൽ ഇപ്പോൾ ബ്രസീലിന്റെ ആരാധകർക്ക് വളരെ തിരിച്ചടിയായ ഒരു കാര്യമാണ് നിലവിൽ പുറത്തു വരുന്നത്. സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറിന് ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിലവിൽ പുറത്തു വരികയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി വിജയ ഗോൾ നേടിയത് വിനീഷ്യസ് ആയിരുന്നു. എന്നാൽ വിനീഷ്യസ് ജൂനിയറിന് ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വരും എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിലവിൽ പുറത്തു വരുന്നു. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇപ്പോൾ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറിന് സസ്പെൻഷൻ നേരിടേണ്ടി വരും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. കാരണം ഇന്ന് നടന്ന പരാഗ്വേക്കെതിരായ മത്സരത്തിൽ താരത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തിന് ഇപ്പോൾ നിലവിൽ 2 യെല്ലോ കാർഡുകൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് അടുത്ത മത്സരം നഷ്ടമാകും എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി ബ്രസീലിൻ്റെ അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ആ മത്സരം ചിലിക്കെതിരെയാണ് ഇപ്പോൾ ബ്രസീൽ കളിക്കേണ്ടത്. ആ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന് കളിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ബ്രസീലിന് തിരിച്ചടിയാവുന്ന കാര്യമൊന്നുമല്ല. കാരണം വേൾഡ് കപ്പിന് ഇപ്പോൾ ഓൾറെഡി തന്നെ യോഗ്യത നേടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ഇല്ലെങ്കിലും എന്തായാലും ബ്രസീലിന് പരാജയപ്പെട്ടാലും ഒന്നും സംഭവിക്കാനായിട്ടില്ല. എന്നാൽ ഇവിടെ കാർലോ ആൻസലോട്ടിക്ക് അൺബീറ്റണായി പോകണമെങ്കിൽ എന്തായാലും വിനീഷ്യസിനെ പോലുള്ള ഒരു താരത്തെ അവിടെ അദ്ദേഹത്തിന് ആവശ്യമാണ്. എന്തായാലും അദ്ദേഹത്തിന് പകരമായി ആരെയായിരിക്കും പരിശീലകൻ ഉപയോഗിക്കുക എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിൽ വിനിക്ക് കളിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരിക്കും.